ഇവിടെ സ്റ്റംപ് ഓയിൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് ഓടിക്കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ പ്രത്യേകിച്ച് ഫോർക്ക് ബൂട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഇത് വെച്ച് ഓടിക്കഴിഞ്ഞാൽ മണ്ണ് ഇതിലൊന്ന് പറ്റിയിരുന്നിട്ട് നമ്മളെ സസ്പെൻഷൻ വർക്ക് ആവുന്ന സമയത്ത് ഇതിൽ സ്ക്രാച്ചസ് വരും. പിന്നെ നമുക്ക് ഇനി മാറണമെങ്കിൽ ഈ ഒരു ഫുള്ള് ഫോർക്കോടെ മാറണം. അപ്പൊ ഇത് മാറാൻ നേരത്ത് ഇതിന്റെ ഫോർക്കിന്റെ ഓയിൽ സീല്, പറ്റുമെങ്കിൽ ഡസ്റ്റ് സീല്, പിന്നെ മണ്ട് മാറാൻ നേരത്ത് ഒരെണ്ണം മാത്രം മാറിയിട്ട് കാര്യമില്ല. നമ്മൾ ഒരെണ്ണം മാറിയിട്ട് പിന്നെ അവിടെ ബൈക്ക് മറ്റേ പോകുന്നത് മാറുന്ന സമയത്ത് രണ്ടോടെ മാറണം. ഇപ്പൊ ഞാൻ എന്തായാലും ഈ സ്റ്റമ്പിലും ആക്സിൽ ബോട്ടിലും അങ്ങനെ ടയർ വരുന്ന പരിപാടിയൊന്നും ചെയ്യാറില്ല, കുറച്ച് റിസ്ക് ആണ്. എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത നമ്മളെ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നേരെ ഇനി കടയിൽ കൊണ്ടുപോയി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് സർ F-Dream ആണ്. ഇതിലെല്ലാം ഏത് വണ്ടിയിലായാലും സ്റ്റംബോയിലൊക്കെ ലീക്കായി വെച്ച് ഓടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നയിച്ചു കൊടുത്തേക്ക്. മാറിയില്ലെങ്കിൽ ചെറിയ ചെലവിൽ തീർക്കാൻ പറ്റിയ പരിപാടി സ്റ്റംബോടെ മാറിയേ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇപ്പൊ കാണാൻ പറ്റാൻ തോന്നുന്നു ഇവിടെയൊക്കെ ലീക്കായിരിക്കുന്നത്. ഇതിന് മൊത്തം ഇനി മണ്ണ് പിടിച്ചിരുന്നിട്ട് സ്റ്റമ്പ് സ്ക്രാച്ച് ആവും. വെഞ്ഞാട് ജീനാനെത്തിരി വന്നിട്ടുണ്ട്. ഇവിടെ അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. പോസ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ വന്നതിന് ശേഷം വേണം വണ്ടി പണി തുടങ്ങാൻ വേണ്ടി. ഇവിടെ വേറെ ഒരു RS100 ഒക്കെ പണിയാൻ വേണ്ടി ഇരിപ്പുണ്ട്. അപ്പുറത്തൊരു NS ഒക്കെ പണിയായിരിപ്പുണ്ട്. ആദ്യം തന്നെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. അതിനുശേഷം ആ ടോപ്പിൽ ഇരിക്കുന്ന മഡ് ഗാർഡ് റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഈ കടയിൽ പോകുന്നത് പാട്ടൊക്കെ ഇട്ടാണ് പണി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് കയറി വോയിസ് ഓവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ടയറൊക്കെ ഒരു റിമൂവ് ചെയ്ത് വെച്ചതിന് ശേഷം മഡ് ഗാർഡ് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മളെ ടോപ്പ് ഭാഗത്ത് ആ ഒരു ഫെയറിങ്ങിൻ്റെ അവിടെ ഒരു 2 പീസ് വരും. അത് റിമൂവ് ചെയ്താലേ നമുക്ക് ആ സ്റ്റമ്പിൻ്റെ ബോൾട്ട് അടിക്കത്തുള്ളൂ. അല്ലാത്ത നോർമൽ വണ്ടികളാണെങ്കിൽ ഈ ഫ്രണ്ടിൽ താഴ്ന്നു അഴിക്കേണ്ട, ജസ്റ്റ് നമുക്ക് 2 ബോൾട്ട് താഴെ മുകളിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റമ്പും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാൻ പറ്റും. 350 ml 2 കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നിന് 179 രൂപ വെച്ചാൽ 2 വലിയ ബോട്ടിൽ തന്നെ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം ഹീറോൻ്റെ ഒറിജിനൽ ജെന്യൂൻ പാർട്സിൽ നിന്ന് അതിൻ്റെ ഫോർക്കിൻ്റെ സെയിൽ എടുത്തിട്ടുണ്ട്. അതിന് ഒന്നിന് 112, അപ്പോൾ രണ്ടിന് 224 രൂപ ആയിട്ടുണ്ട്. സ്റ്റമ്പ് രണ്ടും ഇനി നമുക്ക് പതുക്കെ ഉരിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള പഴയ ഓയിലൊക്കെ ചോർത്തി കളയുകയാണ്. ഇപ്പോൾ ഒരു സ്റ്റമ്പിൻ്റെ കളഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റമ്പിൻ്റെ കൂടെ നമുക്ക് ഇതേപോലെ ചോർത്തി കളയണം. നമ്മൾ ദൂരത്ത് എന്തുകൊണ്ടും നന്നായി, കാരണം ഇതിന് സ്പെഷ്യൽ ടൂൾ വേണം. ആ ടൂളാണ് ഇപ്പോൾ ചവിട്ടി പിടിച്ചേക്കുന്നത്. അതൊന്ന് ചവിട്ടി പിടിച്ച് വെച്ചിട്ട് മുകളിൽ നിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്റ്റമ്പും ഈ ഒരു ഇന്നർ ട്യൂബ് ഔട്ടർ ട്യൂബും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള ഡസ്റ്റ് സീലിംഗ് കാര്യങ്ങളിലൊക്കെ പതുക്കെ ഇതേപോലെ ടൂൾ വെച്ചിട്ട് അയച്ചെടുക്കണം. ഈ അയച്ചെടുത്തോണ്ടിരിക്കുന്നത് എന്നോട് പഠിച്ച ആൽവിൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ പക്കായിട്ട് അയച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തൊന്ന് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതൊന്നും ഇതുവരെ എൻ്റെ വണ്ടിയിൽ അയച്ചിട്ട് പോലും ഇല്ല, കാരണം ഇതൊക്കെ വല്ലപ്പോഴും ചെയ്യേണ്ട മെയിൻ്റെനൻസ് ആണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണമെന്നില്ല. ഓയിൽ ചേഞ്ച് നടത്തുന്നത് എനിക്കൊരു 20,000 കിലോമീറ്ററോ അല്ലെങ്കിൽ ലീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് മാത്രം ചെയ്താൽ മതിയെന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ടൂള്. അതുകൊണ്ടെങ്കിൽ എനിക്ക് ഇത് അയച്ചെടുക്കാൻ പറ്റൂ. പിന്നെ അവ ഇപ്പോൾ അതിൽ എന്തൊക്കെയോ ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവനെ അറിയാവൂ, എനിക്കറിയില്ല. അറിയാത്ത കാര്യം പറഞ്ഞ് ഊക്ക് വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് മാത്രം അത് ഞാൻ ഒന്ന് ഒഴിവാക്കുകയാണ്. നേരത്തെ ചെയ്ത സെയിം പരിപാടി രണ്ടാമത്തെ സ്റ്റെപ്പിലും ചെയ്യുകയാണ്. ഈ ഒരു 2 ഇന്നർ ട്യൂബ് ഔട്ടർ ട്യൂബ് നമ്മൾ ഊരിയെടുക്കണം. എന്നിട്ട് വേണം കാര്യമൊക്കെ ക്ലീൻ ചെയ്ത് തിരിച്ച് പഴയ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓയിൽ ഫീൽ അടിക്കുന്നത് ഒരു കലയും അത് അടിക്കുന്നവൻ ഒരു കലാകാരനുമാണ്. ആൽബിൻ എന്ന് പറയുന്ന കലാകാരനാണ് ഇപ്പോൾ ഇത് പക്കായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓയിൽ ഫീലിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ലോക്ക് വരും. നമ്മൾ നേരത്തെ അയച്ചെടുത്തെങ്കിൽ ശ്രദ്ധിച്ചാണ്. അതിനെ തിരിച്ച് വെച്ചിട്ട് അതേപോലെ സെറ്റ് ചെയ്യണം. ഇതേപോലെ ഒരു സ്റ്റെപ്പിൽ മാത്രമല്ല 2 സ്റ്റെപ്പിലും ഈ ചെയ്യുന്ന സെയിം പ്രോസസ്സ് ചെയ്യണം. ചിലപ്പോൾ ഒരു സ്റ്റെപ്പിനെ മാത്രം കാണിച്ചിട്ട് മറ്റത് വിട്ടുപോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊന്നും പറഞ്ഞാൽ കമൻ്റ് ഒന്നും ഇടണ്ട സെപ്പറേറ്റ്. ചെറിയൊരു അബദ്ധം പറ്റി. നേരത്തെ നമ്മൾ വാങ്ങിച്ച ഫോർക്ക് ഓയിൽ കുറച്ച് വലിയ ടിന്നായി പോയി. 350 ml 2 വാങ്ങിച്ചത്. അത് വേണ്ട, 125 ml 2 മതി. അപ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് വെറും 94 രൂപയുടെ 2 കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം 94, അപ്പോൾ 2 നിങ്ങൾ കൂട്ടി വയ്ക്കാൻ മതി. അടുത്തായിട്ട് നമ്മൾ വാങ്ങിച്ച ഫോർക്ക് ഓയിൽ 2 ഫോർക്കിൻ്റെ അകത്തോട്ടും ഒഴിച്ചിട്ട് അതിനകത്തുള്ള മൊത്തം പോകാൻ വേണ്ടി സൈഡിലോട്ട് ഇപ്പോൾ എടുത്ത് മാറ്റി വെച്ചേക്കുകയാണ്. നമ്മൾ നേരത്തെ അടുത്ത് 2 വലിയ സ്പ്രിങ് ഊരി എടുത്തായിരുന്നു. നമുക്കിനി അത് തിരിച്ച് അതിൻ്റെ അകത്തോട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് രണ്ടാമത്തെ ഫോർക്കിൻ്റെ ആ വലിയ സ്പ്രിങ്ങും നമുക്ക് ഇതിനകത്ത് തിരിച്ച് സെറ്റ് ചെയ്യാം. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്റ്റെപ്പിലല്ല 2 സ്റ്റെപ്പിലും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൻ്റെ ഞാൻ വിട്ടുപോകാൻ വേണ്ടി ചാൻസസ് വളരെ കൂടുതലാണ്. ആ സ്റ്റെപ്പിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് നെറ്റിൻ്റെ അകത്തവ എന്തോ ഗമ്മൊക്കെ ഇടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ലീക്കൊന്നും വരാതിരിക്കാനാണെന്ന് തോന്നുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു സാധനം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 2 സ്റ്റെപ്പിലും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റമ്പൊക്കെ 2ഉം ഓയിലും സീലും മാറി അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ച് ഈ ഒരു വണ്ടിയിലോട്ട് തിരിച്ച് സെറ്റ് ചെയ്തിട്ട് ആ ടയറും മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മാത്രം മതി. വർക്ക് അപ്പോഴേ കഴിയും. പിന്നെ ഹാൻഡിലൊക്കെ പോരിയിട്ടൊക്കെയാണ്. ഒരു സ്റ്റമ്പ് മാത്രമേ ഇപ്പോൾ കയറ്റിയിട്ടുള്ളൂ. 2 സ്റ്റമ്പും ഇപ്പോൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഈ ഇതിൻ്റെ ടൈറ്റ് ചെയ്യുന്ന ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2 ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റമ്പ് കറക്റ്റ് പൊസിഷനിലോട്ട് അലൈൻ ആയിക്കോളും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ അകത്തെ 2 ബോൾട്ട് അഴിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ ആ 2 പീസ് നമ്മൾ അഴിച്ചെടുത്തത്. അല്ലെങ്കിൽ നോർമലി ഇതിൽ അത് അഴിക്കാതെ നമുക്ക് സ്റ്റമ്പൂരി എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതാണ് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും അതേപോലെ ഉണ്ട്. അത് രണ്ടും നമുക്ക് ടൈറ്റ് ചെയ്യാം. സ്റ്റമ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇനി 2 ഹാൻഡിലിൻ്റെയും ബോൾട്ട് നമ്മൾ ഊരിയിട്ടേക്കായിരുന്നു. ഇനി അത് തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹാൻഡിൽ കറക്റ്റ് സെറ്റ് ആവും. ഇതേപോലെ 2 ഹാൻഡിലും ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിലെ ഫാരി മൊത്തം കഴിയും. പിന്നെ താഴെ ടയർ, മഡ് ഗാർഡ്, പിന്നെ അതിൻ്റെ ആക്സിൽ ബോട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യണം. പിന്നെ ഒരു സ്പീഡോമീറ്റർ സെൻസറുണ്ട്, അത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് വണ്ടിയുടെ മഡ് ഗാർഡ് എടുത്ത് സെറ്റ് ചെയ്തേക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ സെൻസറിൻ്റെ സാധനം കൊണ്ട് അതെല്ലാം വെച്ചിട്ട് ആക്സിൽ ബോട്ട് ഇടുക, ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അയച്ച ബ്രേക്കിൽ ബ്രേക്ക് അതേ കണക്ക് തിരിച്ചെടുത്ത് വെക്കണം. ഇല്ലെങ്കിൽ പോകാൻ നേരത്ത് ബ്രേക്കില്ലാതെ എവിടെയെങ്കിലും മൂടും കുത്തി കിടക്കും. ഇപ്പോൾ ഈ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മുടെ ജീനനീത്ത് എന്ന വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അവിടുത്തെ നമ്പറൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ കൊണ്ടുവന്നാൽ ഇതൊക്കെ നീറ്റായിട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ കൈ തരും വണ്ടി തിരിച്ച്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് നമ്മൾ വണ്ടി വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം എക്സ്പെൻസ് ലേബർ 400 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ കൂട്ടി 400, മൊത്തം 800 രൂപ. പിന്നെ അല്ലാതെ ചില ബ്രേക്കൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് അടിക്കണം. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം.